നമസ്കാരം, എല്ലാവർക്കും എജേസ് ക്രിയേറ്റീവ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ ബീൻസ് വെച്ച് ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബീൻസ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലുണ്ടായ ബീൻസാണ്. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു 2 മൂടേ ബീൻസേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു 1/4 കിലോയോളം ബീൻസ് കിട്ടിയായിരുന്നു. ഇത് ഒരു കുറ്റി ബീൻസാണ്. അപ്പോൾ ഇത് പടർന്നൊന്നും പൊങ്ങത്തില്ല, ഇതുപോലെ കുറ്റിയായിട്ട് നിൽക്കും. പക്ഷേ ഇതിൽ കൊല കുത്തി നമുക്ക് ബീൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ ഇതുപോലെ നട്ടുപിടിപ്പിക്കാനായിട്ട് ഒരു ചെടിച്ചട്ടിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് വീട്ടിലൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഇതുപോലെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുണ്ടായ ബീൻസിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കണ്ടോ, ഇത്രത്തോളം ഞങ്ങൾക്ക് 2 മൂട്ടിൽ നിന്ന് കിട്ടിയ ബീൻസാണ് ഈ കാണുന്നത്. ഈ ബീൻസ് ഒന്ന് ഒരെണ്ണം എടുത്തൊന്ന് നമുക്ക് ഒടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും എത്രത്തോളം ഫ്രഷാണ് നമ്മുടെ വീട്ടിലുള്ള ബീൻസ്. കണ്ടോ, ഇത്ര എളപ്പൻ ബീൻസാണ്. അപ്പം ഞാൻ ബീൻസ് അരിയാനെടുത്തപ്പോൾ തന്നെ അറിയാം. കണ്ടോ, നാരൊന്നുമില്ല. നമ്മുടെ ബീൻസിൽ ഒരു നാര് പോലും ഇല്ല. നമുക്കിതുപോലെ ഇച്ചിരി വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുമിച്ച് ഒരു 3-4 ബീൻസൊക്കെ നമുക്ക് ഇതുപോലെ പിടിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബീൻസ് മെഴുക്കുവരട്ടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു സവാള, ഞാനൊരു വലിയ സവാള തന്നെ എടുക്കുന്നുണ്ട്. ഞാനിതുപോലെ വലിയതായിട്ടാണ് ഞാൻ സവാള ഇടുന്നത്. ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ഇടാം. അപ്പം ഞാനിത് വലുതായിട്ടാണ് ഇടുന്നത് ഇപ്പം. പിന്നെ ഇതുപോലെ ഞാൻ ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വെളുത്തുള്ളിയാണ്, അത് കാരണം 7 എണ്ണം എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒരു 10-12 എണ്ണം വേണ്ടി വരും. അതും വലുതായിട്ട് തന്നെയാണ് ഇടുന്നത്. ഞാനൊരു 3-4 പീസായിട്ടാണ് ഞാൻ ഇടുന്നത്. ഒരു പാനിൽ ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീൻസും സവാളയും വെളുത്തുള്ളിയും ഞാൻ ഇടുന്നുണ്ട്. ഒന്ന് വഴന്ന് വരണം. അത് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം, ചിലവർക്ക് നന്നായിട്ട് കൂടുതലായിട്ട് വഴന്ന് വരുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കുറച്ച് കൂടുതൽ നേരം നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. മുളകിന് വേണ്ടിയിട്ട്, എരിവിന് വേണ്ടിയിട്ട് ഞാനിത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ബീൻസ് റെഡിയാകും. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.